Watch full episodes on Jio Hotstar. ജയ്സിംഗ് ചൗഹാൻ, ഞാൻ ഡോങ്ക്രിയിലെയാണ്. ഈ യൂണിവേഴ്സിന്റെ ഏറ്റവും വലിയ, ഏറ്റവും പവർഫുൾ ആയ മജീഷ്യൻ. ഭൂമിയിലുള്ള മജീഷ്യൻസിൽ വെച്ച് ഏറ്റവും നല്ല മജീഷ്യൻ നീയാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. നിന്റെ വീട്ടിൽ രംഗീല, ചില്ലി എന്ന് പേരുള്ള 2 ജോലിക്കാരുണ്ട്. പിന്നെ നിന്റെ ഒരു ഗ്രാൻഡ് സൺ രുദ്രയുമുണ്ട്. ഇത്രയൊക്കെ ഇൻഫർമേഷൻ നിനക്ക് ആരാ തന്നത്? ഞാൻ മാജിക്, ഞാൻ മായാജാലം. എന്നെ കണ്ട് പേടിക്കുക, ഞാനാണ് ശകാൽ. ഓ, അപ്പൊ ഈ കാര്യത്തിൽ നീ ഇവനെ സഹായിക്കായിരുന്നു അല്ലേ? ഞാൻ ടൈമിന്റെ കൂടെയാണ്. ജയ്സിംഗ് ചൗഹാൻ, ഇത് ഡോങ്ക്ലിയിലയുടെ സമയമാണ്. അവനെ പോലെ ശക്തിമാനായ ഒരു മജീഷ്യനെ ഇതുവരെ ഞാൻ കണ്ടിട്ടേയില്ല. അവൻ എന്റെ ഫ്രണ്ട് ഒന്നുമല്ല. അവൻ നിന്നെ പോലെ ഒരു തടവുകാരനായി ഇങ്ങോട്ട് വന്നതാണ്. പക്ഷേ അവനൊരു ബുദ്ധിമാനാണ്. എന്നെ സപ്പോർട്ട് ചെയ്യുന്നതാണ് നല്ലതെന്ന് അവൻ മനസ്സിലാക്കി. ഇപ്പോൾ നമ്മൾ നോക്കേണ്ടത്, നീ എന്താണ് വിചാരിക്കുന്നത്? എനിക്ക് നല്ല പവർഫുൾ പിന്നെ ബുദ്ധിമാന്മാരായ മെജീഷ്യൻസ് ആവശ്യമാണ്. നീ ഇതൊക്കെ എന്തിനാ ചെയ്യുന്ന ഡോങ്ക്രിയില? ഞാൻ ലോകമെമ്പാടുമുള്ള മെജീഷ്യൻസിനെ എന്റെ ഈ ഡോങ്ക്രിയില സിറ്റിയിലേക്ക് കൊണ്ടുവരികയാണ്. പിന്നെ ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് അറിയാമോ? ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും ഞാൻ കൊന്നൊടുക്കും. പിന്നെ നമ്മളെല്ലാവരും മെജീഷ്യൻസ് ഭൂമിയെ ഭരിക്കുന്നതായിരിക്കും. നമ്മുടെ മാജിക്കൽ വേൾഡ് നമുക്ക് നിർമ്മിക്കാം. അവിടെ നമുക്ക് മനുഷ്യരെ കൊണ്ട് ഒരിക്കലും ഒരു അപകടവും ഉണ്ടാവില്ല. മനുഷ്യരെ കൊണ്ട് നമുക്ക് ഒരു അപകടവും സംഭവിക്കില്ല. അവർ അവരുടെ ജീവിതം ജീവിക്കുന്നു, നമ്മൾ നമ്മളുടേതായതും. പിന്നെ നീ എന്തിനാണ് അവരെ കൊല്ലണമെന്ന് വിചാരിക്കുന്നത്? ആവശ്യമുണ്ട്, വളരെ ആവശ്യമുണ്ട്. അവരെല്ലാവരും അവിടെ ഉള്ളതുവരെ നമുക്കൊരു സേഫ്റ്റിയുമില്ല. ഒരു സമയത്ത് എന്റെ ജീവിതം മനുഷ്യരാണ് കലക്കി മറച്ചത്. അവർ ചതിയന്മാരാണ്, രഹസ്യമായി പോരാടുന്നു, നേരിൽ വരുന്നുമില്ല. ഫേസ് ടു ഫേസ് വന്നിരുന്നുവെങ്കിൽ ഓരോരുത്തരെയും ഞാൻ കൊന്നൊടുക്കുമായിരുന്നു. അവർ വളരെ തന്ത്രപൂർവ്വം എന്റെ ടോട്ടൽ ഏരിയയും നശിപ്പിച്ചു. മൗസ് കാണിക്കേ. ശരി മാസ്റ്റർ. മനുഷ്യൻ കാരണമില്ലാതെ ആരെയും ഒരിക്കലും അറ്റാക്ക് ചെയ്യില്ല. തീർച്ചയായിട്ടും നീ എന്തോ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട്. ധൈര്യമുണ്ടെങ്കിൽ അതും കാണിക്കേ. എന്റെ മാസ്റ്ററിനെ നിങ്ങൾ അപമാനിക്കുകയാണോ? നോക്ക് എന്റെ മാസ്റ്ററിന്റെ പവർ എന്താണെന്ന്. ഞങ്ങൾക്കറിയില്ല. നിങ്ങളൊക്കെ എവിടെയുള്ളത് ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ ഈ കാടും മലയൊക്കെ ചുറ്റി കറങ്ങാൻ വന്നതാ. പക്ഷെ നിങ്ങൾ ഞങ്ങളെ പിടിച്ചുകൊണ്ട് വന്നു. ദയവിത് ഞങ്ങളെ വിട്ടേക്കും. ശരി, ഓക്കെ, ചെല്ല്. നീ എന്താ കാണിച്ചത്? അപ്പോ അതാണല്ലേ പ്രശ്നം. നിരപരാധിയായ ജനങ്ങളെ നീ ഇങ്ങനെ ശിക്ഷിക്കുകയാണെങ്കിൽ അവർ തീർച്ചയായിട്ടും മറുപടി നൽകും. ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ കാരണം നീയാണ്. ഇല്ല, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. അവര് ചെയ്തതാണ് തെറ്റ്. നീ ഇപ്പൊ ഡിസൈഡ് ചെയ്ത് പറ, നീ എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നു അല്ല അവർക്ക് സപ്പോർട്ട് ചെയ്യുന്നു? പക്ഷെ ഞാൻ ആ ഭൂമിയിലുള്ള മനുഷ്യന്മാരെ ഓരോരുത്തരെയും പച്ചക്ക് കത്തിച്ച് ചാമ്പലാക്കും. അതുപോലെ തന്നെയാണ് അവർ എന്റെ ഏരിയയും നശിപ്പിച്ചത്. ഞാൻ ഇവിടെ ഉള്ളതുവരെ നീ ആരെയും കത്തിച്ച് ഭസ്മമാക്കാൻ പറ്റില്ല. ഇബൈസ്ക സിബൈസ്ക പുഷ്ടിനോ. ഡോങ്ക്രിയിലയുടെ ലീലകൾ ആർക്കും മനസ്സിലാക്കാൻ പറ്റില്ല. ഏത് സമയത്ത് ഇവിടെ ഒരു മജീഷ്യൻ വന്നാലും ശരി, അവന്റെ മാജിക്കൽ പവേഴ്സ് എല്ലാം അവനെ വിട്ടു പോകുന്നതായിരിക്കും. നിങ്ങൾ എല്ലാവരുടെ പവേഴ്സും ഒരു പവർ ടാങ്കിൽ സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിനുള്ള സമയം വരുമ്പോൾ അത് ഞാൻ അവർക്ക് തിരിച്ചു നൽകും. അത് ആവശ്യമുണ്ടെന്ന് അറിയുമ്പോൾ അത് ഞാൻ നിനക്ക് വിട്ടുതരും. എനിക്ക് മനസ്സിലായി. ഞങ്ങൾ ആരും നിനക്കെതിരായി പ്രവർത്തിക്കാതിരിക്കാൻ വേണ്ടിയാണ് നീ ഇങ്ങനെ ചെയ്തത്. ഞങ്ങൾ നിന്റെ അടിമകളാക്കാൻ ശ്രമിക്കുകയാണല്ലേ? നീ പറഞ്ഞത് ശരിയാണ്. ആലോചിച്ച് പറ, നീ എനിക്ക് സപ്പോർട്ട് ചെയ്യുമോ ഇല്ലയോ? ഒരുപാട് സമയമുണ്ട്. മാജിക്കൽ പവേഴ്സ് ഇല്ലാതെ നീ ഒന്നുമല്ല. ജയ്സിംഗ് ചൗഹാൻ, കൊണ്ടുപോയവനെ.
ഒരു മിനിറ്റ്. രുദ്ര എവിടെ പോയിരിക്കുകയാണ്? അവൻ എവിടെയുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ എന്റെ ജനങ്ങളെ ഫോളോ ചെയ്ത് ഇവിടെ എത്തി. ഡോങ്ക്ലീന, രുദ്രയെ നമ്മുടെ കസ്റ്റഡിയിൽ കിട്ടാത്തത് വരെ നമ്മെ അപകടം കാത്തിരിക്കുകയാണെന്ന് ഓർക്കണം. അവൻ കാണാൻ ചെറിയൊരു ബാലകനാണ്, എന്നാൽ മാജിക്കിന്റെ കാര്യത്തിൽ അവൻ വളരെ വലിയവനാണ്. രുദ്രയെ കൊണ്ട് നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ഡോങ്ക്രീലയാണ്. ഡോങ്ക്രീല, യൂണിവേഴ്സിലെ ഏറ്റവും ശക്തനായ മജീഷ്യൻ. എനിക്കിതൊന്നും വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ലല്ലോ. ഇവിടെ എല്ലാം ഫ്രീ ആണെന്നാ തോന്നുന്നത്. കണ്ടോ, ജനങ്ങള് സാധനങ്ങൾ എടുത്തോണ്ട് പോവാണ്, പക്ഷെ ആരും കാശ് കൊടുക്കുന്നില്ല. ഞാനും ഒരല്പം ഫ്രൂട്ട്സ് കഴിച്ചിട്ട് വരാം. എനിക്ക് ഫ്രൂട്ട്സ് വേണം. ആദ്യം മുഖത്ത് ആ മാസ്ക് എടുത്തിടണം. അവിടെ എല്ലാരും മാസ്ക് ഇട്ടിട്ടുണ്ട്. നമ്മൾ ആരാന്ന് അവർ മനസ്സിലാക്കരുത്. മനസ്സിലാക്കിയാൽ നമ്മൾ കൊടുങ്ങും. മാസ്ക് റിയാറ്റോ. നമുക്കിപ്പോ പോവാം. നമ്മൾ ആരും സംശയിക്കില്ല. ആഹാ, ആരും നമ്മളെ പറ്റിച്ചിട്ടില്ല. 4 പേരുടെ മുഖത്തും മാസ്ക് ഉണ്ട്. മാജിക് കൊണ്ട് മാസ്ക് ഉണ്ടാക്കി അവരുടെ മുഖം മൂടിയിരിക്കുകയാണ്. അവരുടെ കൈവശം മാജിക് പവേഴ്സ് ഉണ്ട്. ആ, ഞാൻ വിളിച്ചോണ്ട് വരാം. സൂപ്പർ മെട്രോ ട്രെയിൻ ആണല്ലോ. കാറ്റിലാണ് പറക്കുന്നത്. ഇത് എന്തൊരു നല്ല സിറ്റി ആണല്ലേ. മജീഷ്യൻ ഡോങ്ക്രീല ഉണ്ടാക്കിയതാണിത്. ഇത് ടോട്ടൽ മാജിക്കൽ സിറ്റിയാണ്. നിങ്ങൾ ഇവിടെ പുതിയതായിട്ട് വന്നതാണോ? ആ, ഞങ്ങൾ പുതിയതായിട്ടാ വന്നത്. ഇപ്പോഴാ ഇവിടേക്ക് എത്തിയത്. അതെന്താ മിന്നി തിളങ്ങുന്നുണ്ടല്ലോ. അതിൽ എല്ലാവരുടെ മാജിക്കൽ പവേഴ്സും സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് ആർക്ക് കൊടുക്കണം, എപ്പോ കൊടുക്കണം, എത്ര കൊടുക്കണം, അത് ഡിസൈഡ് ചെയ്ത് കൊടുക്കുന്നത് ഡോങ്ക്രീലയാണ്. എന്റെ വീട്ടിൽ വന്ന് ടീയും സ്നാക്സും കഴിക്കുന്നോ? ഞാൻ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇയാള് എനിക്ക് വളരെ സന്തോഷമായി. നിങ്ങളാണ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട്. വരൂ വരൂ, ഇവിടെയാണ് എൻ്റെ വീടുള്ളത്.
ഞാൻ അവരെ വിളിച്ചോണ്ട് വന്നോണ്ടിരിക്കുകയാണ്. ഗെറ്റ് റെഡി. എന്ത് പറ്റി രുദ്ര? ഒന്നുമില്ല. രുദ്ര, നിന്നെ കണ്ടതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നിന്നെ കുറിച്ച് ഞങ്ങൾ ഇവിടെ ഒരുപാട് കേട്ടിട്ടുണ്ട്. രുദ്ര, ഞാൻ ആരാണെന്ന് നിനക്ക് മനസ്സിലായില്ല അല്ലേ? സന്തോഷം കൊണ്ട് ജമ്പ് ഒരുവിധം ഞങ്ങള് രക്ഷപ്പെട്ടു. അല്ല, നീ ലീവ് എടുത്ത് നിന്റെ ഗ്രാമത്തിലേക്ക് പോയതല്ലേ, പിന്നെ എങ്ങനെ എവിടെ എത്തിപ്പെട്ടത്? ഞാൻ ഗ്രാമത്തിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ കുറച്ച് ദിവസത്തിന് മുൻപ് മേളിൽ നിന്നും അവൻ ഇറങ്ങി വന്നു. ഞങ്ങൾ എല്ലാവരെയും അറസ്റ്റ് ചെയ്ത് അവൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഞങ്ങൾ ഇവിടെ വന്ന് 15 ദിവസം കഴിഞ്ഞു. നിങ്ങൾക്ക് ആ മാസ്ക് എടുത്ത് മാറ്റാൻ പറ്റുമോ? അപ്പൊ മെട്രോ ട്രെയിനിൽ എന്താ മാറ്റാഞ്ഞത്? ഈ മാസ്ക് വീട്ടിന്റെ അകത്ത് വരുമ്പോൾ മാത്രമേ ഊരാൻ പറ്റുള്ളൂ. പുറത്തേക്ക് പോകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് പറന്നു വന്ന് നമ്മുടെ ഫേസിൽ ഫിക്സ് ആകും. മാസ്ക് ഇല്ലാതെ ആരെങ്കിലും പുറത്തു പോകുന്നത് കണ്ടാൽ അവനെ ഉടൻ തന്നെ ഫിനിഷ് ചെയ്യും. ആ മുത്തശ്ശൻ എവിടെയാണ്? അദ്ദേഹം തടവിലായിരിക്കുകയാണ്. എന്ത്? അപ്പോൾ അദ്ദേഹം മെജീഷ്യൻ ഓഫ് മെജീഷ്യൻ റേസിൽ പങ്കെടുക്കേണ്ടി വരും. അത് പുത്തൻ പുതിയ പവർഫുള്ളായ മെജീഷ്യൻസിന് വേണ്ടിയുള്ള റേസാണ്. ഏത് മെജീഷ്യനെ കൊണ്ട് എന്തുമാത്രം ലാഭം കിട്ടുമെന്ന് അവൻ ഡിസൈഡ് ചെയ്യുന്നു. അതിനുശേഷം അയാൾ അവനെ തന്റെ അഡ്വൈസറായിട്ട് മാറ്റുകയാണ്. Watch India's largest kids library only on Jio Hotstar. Download the app now.